ഈയടുത്ത് സൗദി സുൽത്താൻ മുഹമ്മദ് ബിൻ സൽമാനും US-ലെ 3 ലോ മേക്കേഴ്സുമായൊരു കൂടിക്കാഴ്ചയുണ്ടായി. ഈ മീറ്റിംഗിൽ മുഹമ്മദ് ബിൻ സൽമാനെ അവരൊരു ജോലി ഏൽപ്പിച്ചു. ഇതിന് മറുപടിയായി മുഹമ്മദ് ബിൻ സൽമാൻ പറഞ്ഞത്, എന്നെ കൊന്നുകളയും, എനിക്കിത് ചെയ്യാനാകില്ല. നിങ്ങൾ എന്നെ നിർബന്ധിക്കുകയാണെങ്കിൽ ഒടുവിൽ ഞാൻ കൊല്ലപ്പെട്ടു എന്ന വാർത്ത കേൾക്കുമ്പോൾ അത്ഭുതപ്പെടാനും പാടില്ല. തന്നെ കൊന്നുകളയുമെന്ന് സൗദി സുൽത്താൻ തന്നെ പറഞ്ഞത് ഇപ്പോൾ വലിയ വാർത്തയായിരിക്കുകയാണ്. കാരണം അദ്ദേഹം സൗദിയുടെ സുൽത്താൻ മാത്രമല്ല, അവിടുത്തെ പ്രധാനമന്ത്രിയുമാണ്. അദ്ദേഹമാണ് പറയുന്നത് എന്നെ കൊന്നുകളയുമെന്ന്. ഇനി ഇതിന് പിന്നിലുള്ള വിഷയം എന്താണെന്ന് നോക്കാം. ഇന്ത്യയുടെ പടിഞ്ഞാറായാണ് സൗദി അറേബ്യ വരുന്നത്. സൗദി അറേബ്യ ഇപ്പോൾ വലിയ സമ്മർദ്ദത്തിലാണ്. കാരണം US വിളിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് പറയും, ഞങ്ങൾക്കൊരു ഗ്രാൻഡ് പ്ലാനുണ്ട്, ഞങ്ങൾക്ക് ഐനക് കോറിഡോർ വഴി മിഡിൽ ഈസ്റ്റും ഇന്ത്യയുമായൊരു വാണിജ്യ ബന്ധം സ്ഥാപിക്കുവാൻ ആഗ്രഹമുണ്ട്. ഇതിലൂടെ ചൈന പൂർണ്ണമായി ഒഴിവാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. സൗദിയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം ശരിയാകാത്ത കാലത്തോളം ഇത് സാധ്യമാവുകയില്ല. അതായത് സാധനങ്ങൾ ഇന്ത്യയിൽ നിന്നും UAE-യിലേക്ക് പോകും, അവിടെ നിന്ന് സൗദി അറേബ്യയിലേക്ക്, അത് കഴിഞ്ഞ് ജോർദാനിലേക്ക്, പിന്നെ ഇസ്രായേലിലേക്ക്, അവിടെ നിന്ന് യൂറോപ്പിലേക്ക്. എന്നാൽ ഇസ്രായേലിനെ ഔദ്യോഗികമായ ഒരു രാജ്യമായി അംഗീകരിക്കാൻ തയ്യാറല്ലാത്ത രാജ്യങ്ങളുടെ കൂട്ടത്തിലാണ് സൗദി ഇപ്പോഴുള്ളത്. പാകിസ്ഥാൻ, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് ഇങ്ങനെയുള്ള തീവ്ര മുസ്ലിം രാജ്യങ്ങൾക്കെല്ലാം ഈ നിലപാടാണ് ഉള്ളത്. ഈ റാഡിക്കൽ മുസ്ലിം രാജ്യങ്ങളൊന്നും തന്നെ ഇസ്രായേലിനെ ഒരു രാജ്യമായി അംഗീകരിക്കുന്നില്ല. ഇതിനു മുമ്പ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ USA ഒരു എഗ്രിമെന്റ് പരിപാടി ആരംഭിച്ചിരുന്നു, അബ്രഹാം അക്കോർഡ്സ് എന്ന പേരിൽ. ഇതനുസരിച്ച് ഡൊണാൾഡ് ട്രംപ് പല രാജ്യങ്ങളിലും സമ്മർദ്ദം ചെലുത്തി അവരെ കൊണ്ട് ഒരു എഗ്രിമെന്റ് ഒപ്പിടിപ്പിച്ചു. ഇതിൽ പറഞ്ഞിരുന്നത്, ഞങ്ങൾ ഇസ്ലാമിക് രാജ്യങ്ങൾ ഇസ്രായേൽ എന്നൊരു രാജ്യത്തെ അംഗീകരിക്കുന്നു എന്നാണ്. ഇസ്രായേലുമായി ഡിപ്ലോമാറ്റിക് റിലേഷനും കാത്തുസൂക്ഷിക്കും. ഇതനുസരിച്ച് UAE, മൊറോക്കോ, സുഡാൻ തുടങ്ങിയ മുസ്ലിം ഭൂരിപക്ഷ ദേശങ്ങൾ ഇസ്രായേലുമായുള്ള ബന്ധം സാധാരണഗതിയിലാക്കിയിരുന്നു. ഇപ്പോൾ US നോക്കുന്നത് സൗദിയും ഇസ്രായേലുമായി സുദൃഢമായൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കാനാണ്. വരും കാലങ്ങളിൽ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഇന്തോനേഷ്യ പോലുള്ള രാജ്യങ്ങളും ഇസ്രായേലുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തണമെങ്കിൽ അത് സൗദി അറേബ്യ വഴിയേ നടക്കുകയുള്ളൂ. മുസ്ലിങ്ങളുടെ തീർത്ഥാടന കേന്ദ്രമായ മെക്കയും മദീനയും ഉള്ളത് സൗദിയിലാണ്. ഈ രാജ്യം ഇസ്രായേലിനെ അംഗീകരിക്കുകയാണെങ്കിൽ ഒന്നിനു പുറകെ ഒന്നായി പല ഇസ്ലാമിക രാജ്യങ്ങളും ഇസ്രായേലിനോടുള്ള നയം മാറ്റും. എന്നാൽ സൗദി സുൽത്താൻ തൊഴുകൈയോടെ പറയുന്നത്, ഈ ജോലി എന്നെക്കൊണ്ട് ചെയ്യിക്കരുതെന്നാണ്. സമ്മർദ്ദം ചെലുത്തി എന്നെക്കൊണ്ട് ഇത് ചെയ്യിക്കുകയാണെങ്കിൽ ഒടുവിൽ ആരെങ്കിലും എന്നെ കൊല്ലും. മുഹമ്മദ് ബിൻ സൽമാൻ ഇത്തരമൊരു പ്രസ്താവന നടത്തുന്നതിന് പിന്നിലും ചില കാരണങ്ങളുണ്ട്. അതിതാണ്, ഈജിപ്തും ഇസ്രായേലും പരസ്പരം അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ്. മുൻകാലങ്ങളിൽ ഇരുവരും തമ്മിൽ അതിശക്തമായ പോരാട്ടം ഉണ്ടാവുകയും ഇസ്രായേൽ ഈജിപ്തിനെ തുരത്തുകയും ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ 1979-ൽ അന്നത്തെ US പ്രസിഡന്റ് ജിമ്മി കാർട്ടർ ഇരു രാജ്യങ്ങളും തമ്മിൽ സൗഹൃദമായി മുന്നോട്ടു പോകുന്നതിനുള്ള ഒരു കരാർ ഒപ്പുവെച്ചു. അന്നത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഗിങ്ങും ഈജിപ്തിലെ ബഹുസമ്മതനായ നേതാവ് അൻവർ സദ്ദയുമാണ് കൈകൊടുത്തത്. എന്നാൽ ഇത് കഴിഞ്ഞപ്പോഴേക്കും മുസ്ലിം മത തീവ്രവാദികൾ ഒറ്റക്കെട്ടായി അദ്ദേഹത്തിന് നേരെ തിരിഞ്ഞു. രാജ്യത്തിനകത്തു നിന്നും പുറത്തുനിന്നും അദ്ദേഹത്തിന് ഭീഷണികൾ വന്നുകൊണ്ടിരുന്നു. എന്നാൽ സദ്ദ ഭീഷണികൾക്കൊന്നും വഴിപ്പെട്ടില്ല. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിച്ച് സമാധാനപരമായ കാര്യങ്ങൾ മുന്നോട്ടു പോയി. എന്നാൽ തീവ്രവാദികൾ അടങ്ങിയിരുന്നില്ല. 2 വർഷങ്ങൾക്ക് ശേഷം, അതായത് 1981-ൽ അദ്ദേഹത്തിന് നേരെ നിറയൊഴിക്കുകയും പ്രതികാരം നിർവഹിക്കുകയും ചെയ്തു. സദ്ദാക്ക് ജീവൻ വിലയായി കൊടുക്കേണ്ടി വന്നെങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിൽ ഇപ്പോഴും സമാധാനപരമായാണ് മുന്നോട്ടു പോകുന്നത്. മുഹമ്മദ് ബിൻ സൽമാനും സൂചിപ്പിക്കുന്നത് ഇതാണ്. US പ്രഷർ ചെലുത്തി ഇങ്ങനൊരു കരാർ ഒപ്പിടിവിച്ചാൽ തീവ്രവാദികൾ തന്നെയും ഉന്നം വയ്ക്കും. സൗദി അറേബ്യയിൽ പല പ്രശ്നങ്ങളും ഇതേ തുടർന്ന് ഉയർന്നു വരികയും ചെയ്യും. തീവ്രവാദികൾ ഒരിക്കലും ലോകത്ത് സമാധാനപരമായൊരു അന്തരീക്ഷം നിലനിന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് കൂടി തന്നെ ഇത്തരമൊരു കരാറിൽ ഒപ്പിടുക സൗദി സുൽത്താനെ സംബന്ധിച്ച് ആത്മഹത്യാപരമായിരിക്കും.